എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇപ്പോൾ ചിലർക്ക് ഡൗട്ടുണ്ട്. ഓഗസ്റ്റ് 13-ാം തീയതി 30-ാം തീയതി ഒക്കെ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്തവരുണ്ടാവും. ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾക്കുള്ള എക്സാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഓരോരുത്തർക്കും സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എല്ലാത്തിനും കൂടിയിട്ട് ഒറ്റ എക്സാം ആണോ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ എല്ലാത്തിനും ഒരേ കട്ട് ഓഫ് ആണോ വരിക, അതുപോലെ തന്നെ ഒറ്റൊരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും എല്ലാത്തിനും കൂടിയിട്ട് വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളുടെ എക്സാം നടന്നു കഴിഞ്ഞാൽ അതിനെല്ലാത്തിനും ഒറ്റ ഒരു എക്സാമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ 13-ാം തീയതി സ്റ്റെനോ ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, LD ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 തുടങ്ങിയ ഒട്ടനവധി പോസ്റ്റുകൾക്ക് എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാത്തിനും കൂടിയിട്ട് കോമൺ എക്സാം ആണ്, മെയിൻ എക്സാമിൻ്റെ സിലബസിലുള്ള കോമൺ എക്സാം ആണ് നടത്തുന്നത്. എന്നാലും ഈ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഓരോന്നിനും ഓരോ കട്ട് ഓഫ് ആയിരിക്കും വരിക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോസ്റ്റിനും വരുന്ന ഒഴിവ്, പിന്നെ അതുപോലെ തന്നെ അതിൽ എത്ര പേര് അറ്റൻഡ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഓരോ പോസ്റ്റിനും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഓരോ കട്ട് ഓഫ് ആയിരിക്കും വരിക. അതിന് എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡൗട്ട് ചിലർക്കുണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.